ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലീഡ് കോഡ് 200 നമ്പർ ഓഫ് ഐലൻഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ ബ്ലൈൻഡ് 75 ലിസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ ചൂസ് ചെയ്യാനുള്ളതിന് ഒരു 3 റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ DSAൻ്റെ തിയറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് DSAയും അതിൻ്റെ ബേസിക് തിയറിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് മാത്രമേ നമ്മൾ ലീഡ് കോഡ് വീഡിയോസ് കാണാൻ പാടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ആദ്യം കാണുക. രണ്ടാമത് പറയാനുള്ളത്, നമ്മൾ പറയലുണ്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെങ്ങനെ സൊല്യൂഷൻ എന്നൊക്കെ അറിയാം, പക്ഷേ എങ്ങനെ കോഡ് ചെയ്യണമെന്ന് ഒരു പിടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള പറയുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിന് നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ, കാരണം ഇതിൻ്റെ കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്, കുഞ്ഞ് കൺസെപ്റ്റാണ്. അപ്പം കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളും, പക്ഷേ കോഡിങ് കുറച്ച് എന്താ പറയുക ട്രിക്കിയാണ്. അതായത് ഈസി കോഡിംഗ് ആണ്, പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്ക്രാച്ചിൽ നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് പലർക്കും തോന്നും. അപ്പം നമ്മൾ അത് എങ്ങനെയാണ് കോഡിലേക്ക് ആക്കുക, നമ്മൾ ഈ കുഞ്ഞ് കൺസെപ്റ്റ് എങ്ങനെ നല്ലൊരു കോഡിലേക്ക് ആക്കുക എന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളും കൂടിയാണ്. അതും ലൈവായിട്ട് എങ്ങനെ ചെയ്യുക, കോഡ് കാണാതെയും അറിയാതെയൊക്കെ എങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു പ്രോബ്ലം. മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ഞാൻ പലപ്പോഴും നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന് ഓരോരോ ഐഡിയാസ് വരിക. അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യൽ അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം ഈ പ്രോബ്ലം നല്ലൊരു എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമ്മൾ 2 സമ്മിൻ്റെ പ്രോബ്ലം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. അപ്പോൾ 2 സമ്മിലെ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ DSAൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആൽഗോരിതംസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു യൂസ് കേസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അറിഞ്ഞാൽ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്താലാണ് പെട്ടെന്ന് ഇതിൽ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊരു ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഐലൻഡ് ഉണ്ട്. ഐലൻഡ് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കാം. അതായത് ചുറ്റും വെള്ളത്തിന് നടുക്ക് ഒരു കുഞ്ഞ് കര ഉണ്ടെങ്കിൽ അതേക്കൊരു ഐലൻഡ് അല്ലേ. ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതൊരു കുഞ്ഞ് ഐലൻഡാണ്, ഇതൊരു വേറൊരു ഐലൻഡാണ്. അപ്പം ഈ വെള്ളത്തിന് ചുറ്റുമുള്ള ഒരു ലാൻഡ്, അതാണ് ഐലൻഡ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു 2D മെട്രിക്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രിഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രിഡ് പറഞ്ഞാൽ 2D മെട്രിക്സ് ആണ്, അതായത് 2D അരേ. ഓക്കെ, അപ്പോൾ ഇതിൽ 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാൻഡും 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെള്ളവുമാണ്. അപ്പം ഈ 1 ഒരുമിച്ച് ഇപ്പം ഒരുമിച്ചാണെന്നുണ്ട്, അതായത് എങ്ങനെ പറഞ്ഞാൽ സറൗണ്ട് ബൈ വാട്ടർ ആൻഡ് ഫോം ബൈ കണക്റ്റിംഗ് അഡ്ജസ്റ്റന്റ് ലാൻഡ്സ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. അപ്പോൾ ഡയഗണലി കണക്ട് ചെയ്യുന്ന കൂടില്ല, ആകെ നമുക്ക് ഈ ഹൊറിസോണ്ടൽ, അതായത് ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും മാത്രമേ കൂട്ടുള്ളൂ. അങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ അവർ ഒരു ഒറ്റ ലാൻഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ഐലൻഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ ഈ ഫസ്റ്റത്തെ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്താ, ഈ വൺ ആരൊക്കെ, വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ പേര് കണക്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ഈ വണ്ണിൻ്റെ റൈറ്റ് സൈഡൊക്കെ അതൊക്കെ കണക്റ്റഡ് ആണ്. ഈ വണ്ണ് കണക്റ്റഡ് ആണ്. 0 വെള്ളമാകുമ്പോൾ അവിടെ അവസാനിച്ചു. പിന്നെ അടിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ ഇതും കണക്റ്റഡ് ആണ്. പിന്നെ 0 ആണ്, അത് അവസാനിച്ചു. മേലേക്ക് വന്നു, പിന്നെ നേരത്തെ കണ്ട ആൾക്കാർ. അപ്പോൾ ഇവിടുന്ന് പിന്നെ അടിയിലേക്ക് വീണ്ടും 1 ഉണ്ട്, അപ്പോൾ ഇത് കണക്റ്റഡ്. അപ്പോൾ ഈ 1 ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ പച്ച ഒരു ഐലൻഡായി, മനസ്സിലായില്ലേ? മൊത്തത്തിൽ ഐലൻഡ്, ബാക്കിയൊക്കെ വെള്ളം. ഓക്കെ, അപ്പം ഇതൊരു മാപ്പ് എടുക്കുകയാണെങ്കിൽ ആ മാപ്പിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു ഐലൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്ര ഐലൻഡ് ഉണ്ട്, ആകെ ഈ പച്ച സർക്കിൾ ഒറ്റ ഒന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ അഗൈൻ 1 കണക്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെ എത്തി, ഇവിടെ 0 ആണൊന്നുമില്ല. അടിയിലേക്ക് 1 ഉണ്ട്, പിന്നെ 0 ആണൊന്നുമില്ല. ലെഫ്റ്റിലേക്ക് പോയി 1, പിന്നെ മേലോട്ട് പോയി 1. അപ്പോൾ ഇത് 1 ആയി. ഇനി വേറെ എവിടെ 1 ഉണ്ട് നോക്ക്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റിലേക്ക് 1 ഇല്ല, 0 ആണ്. അടിയിലേക്ക് നോക്കുന്ന അടിയിലും 1 ഇല്ല, 0 ആണ്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെയും 0 ആണ്. പിന്നെ ഈ സെയിം ഇവിടെ ഒറ്റൊന്നായി. പിന്നെ ഇവിടെ വേറൊരു 1 ഉണ്ട് അല്ലേ. ഈ 1ൻ്റെ റൈറ്റിലേക്ക് ഒരു 1, പിന്നെ അവിടെ മെട്രിക്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 2D അരേ കഴിഞ്ഞു. പിന്നെ അടിയിലേക്ക് നോക്കി അവിടെയും കഴിഞ്ഞു. ലെഫ്റ്റിലേക്ക് 1 എടുത്തു, പിന്നെ 0 ആണ്. പിന്നെ മേലോട്ട് പോയി മേലെ 0. അപ്പോൾ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം എത്ര പച്ച ബോക്സ് ഉണ്ട്, എത്ര ഐലൻഡ്സ് ഉണ്ട്, 3 എണ്ണം അല്ലേ. ആൻസർ അപ്പോൾ 3 ഐലൻഡ്. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം ആസ് എ ഹ്യൂമൻ ഇതെങ്ങനെ നോക്കുന്നത്, ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, അതൊക്കെ നമ്മൾ ഈ ഡയഗണലി നോക്കില്ല, ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ മാത്രം നോക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒരു ആൽഗോരിതമിക്കിൽ നമ്മളിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഗ്രിഡ് പറഞ്ഞാൽ എന്താ, 2D അരേ. ഒരു അരേ പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നമ്മുടെ DSAൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഇതാണ് അരേ. അത് 2 ഡയമെൻഷനിലാകുമ്പോൾ ഇങ്ങനെ നമ്മൾ എക്സൽ ഷീറ്റൊക്കെ പോലെ ഇങ്ങനെ പല ടേബിൾസൊക്കെ അല്ല, റോയും കോളവും ഒക്കെ ആയിട്ട് വരും അല്ലേ. അപ്പം ഇതാണ് ഈ കാണുന്നൊക്കെയാണ് റോസ്, ഇങ്ങനെയുള്ളതൊക്കെ റോസ്, ഇതുപോലെയാണ് അടിക്ക് നോക്കുന്നതൊക്കെ കോളംസ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇങ്ങനെ യൂഷ്വൽ കേസസിലാണ് 0,0 സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഈ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ DSAൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് ഏതാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതിൽ പോകാം, നമ്മളിത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ആദ്യം കണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ നോക്കേണ്ടത്, ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും അവിടെ ആരും ഇല്ല. ഓക്കെ, ഒക്കെ സ്റ്റാർട്ടിങ് എലമെൻറ്റ്. പിന്നെ ഉള്ളത് റൈറ്റിലാണ്, സോറി, അപ്പിലും ലെഫ്റ്റിലും ആരും ഇല്ല, ഞാൻ റൈറ്റിലാണുള്ളത്. അപ്പോൾ റൈറ്റിൽ നമ്മൾ ഒരാളുണ്ട്. ഓക്കെ,
റൈറ്റത്തെ ഒരാളെ നമ്മൾ കണ്ടു, അതുപോലെ അടിയിലും ഒരാളുണ്ട് അല്ലേ, അടിയിലും ഒരാളുണ്ട്. അപ്പം ഇവിടെ രണ്ടുപേരും ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇനി ഈ ലെവലിലേക്ക് എത്തി. ഓക്കെ, ഇവരുടെ നൈബേഴ്സ്. ഇപ്പം നമ്മൾ ഈ വണ്ണിലെത്തി. ഈ വണ്ണിൽ നമ്മൾ ഇതുപോലെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ? റൈറ്റിൽ ആരുമില്ല, അടിയിൽ ഒരാളുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നോണ്ടു. ഈ നേരത്തെ കണ്ട ഇവൻ്റെ അടിയത്തെ ആൾ അല്ലേ, അപ്പം നമ്മൾ ഇവിടുത്തെ ഈ വണ്ണിലേക്ക് നോക്കുക. ഇതിന് റൈറ്റിൽ ഒരാളുണ്ട്. ഓക്കെ, അടിയിൽ ആരുമില്ല. ഇവൻ്റെ റൈറ്റും ഇതിൻ്റെ അടിയിലുള്ള ഒരാൾ സെയിം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി. ഓക്കെ, എത്ര ഉള്ളൂ. പിന്നെ ഇവരെ റൈറ്റിലും ലെഫ്റ്റിലും ആരുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കൗണ്ടർ ഉണ്ടാക്കാം, നമ്പർ ഓഫ് ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൗണ്ടർ ഉണ്ടാക്കാം. ഓക്കെ, ഈ കൗണ്ടർ നമ്മളിപ്പോൾ ഒന്ന് കണ്ടു, അത് കഴിഞ്ഞു. നമ്മൾ അടുത്തേക്ക് പോകും, 0 ആണ്, 0-ലൊന്നുമില്ല, പിന്നെ 0 ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, ഓരോരോ 0 നോക്കും, ഇല്ല, വീണ്ടും 0, അങ്ങനെ അടുത്ത 1 കിട്ടുന്നവരെ നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു 1-ലെത്തി. റൈറ്റ് നോക്കും, ലെഫ്റ്റ് നോക്കും, അപ്പ് നോക്കും, ഡൗൺ നോക്കും. ഇവിടെ ആരില്ല, അപ്പോൾ ഈ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് വീണ്ടും +1 ഇട്ടിട്ട് ഇപ്പോൾ 2 ഇതായി. പിന്നെ വീണ്ടും അടുത്ത 0 നോക്കി, വീണ്ടും 0 നോക്കി, ഇനി ഈ 0 നോക്കി, ഈ 0 വീണ്ടും 1 കണ്ടു. 1 കണ്ട് നമ്മൾ റൈറ്റിലോ ലെഫ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കും. ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, അങ്ങനെ ആളുണ്ടാകുമ്പോൾ കണ്ടു. പിന്നെ ഇതിന് ആരും ഇല്ല. ഓക്കെ, ആകെ 2 പേരുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ +1 ഇട്ട് അടുത്ത് 3. അപ്പോൾ 3 കൗണ്ടർ. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. പക്ഷേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത്? ഇപ്പോൾ മേലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്. ഈ 1 നമ്മൾ എന്തുകൊണ്ട് മേലേക്ക് പോയില്ല? എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് ലെഫ്റ്റത്ത് നോക്കിയില്ല? കാരണം നമ്മൾ ഓൾറെഡി കണ്ട ഒരു ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഈ കണ്ട ആൾക്കാരെ നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്യുക? നമ്മൾ 2 സമ്മിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? കണ്ട ആൾക്കാരെ ട്രാക്ക് ചെയ്ത് ഹാഷ് മാപ്പ് യൂസ് ചെയ്തല്ലേ, അല്ലെങ്കിൽ ഒരു ഹാഷ് സെറ്റ് യൂസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇവിടെ സെയിം സാധനം തന്നെ നമ്മൾ യൂസ് ചെയ്യും, സെറ്റ് നമ്മൾ യൂസ് ചെയ്യും, വിസിറ്റഡ് പറഞ്ഞിട്ട്. ഓക്കെ, വിസിറ്റഡ് കൊണ്ട് സെറ്റ് നമ്മൾ യൂസ് ചെയ്യും. അതിലെന്ത് ചെയ്യും, നമ്മൾ കണ്ട ആൾക്കാർ ആരൊക്കെയാണോ അവരൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധനം കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനും ഈ വിസിറ്റഡ് ആഡ് ചെയ്ത് ആളാരായി ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആയി അല്ലേ. ഇതൊക്കെ ഒന്ന് ഓർത്തൊക്കെ, ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സെയിം കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ്സ് ഒക്കെ ഇവിടെ റീയൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വിസിറ്റഡിൽ ഈ കണ്ട ആൾക്കാരൊക്കെ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അവരൊക്കെ നമ്മൾ ഈ സെറ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ വീണ്ടും വീണ്ടും അവരെ നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ എപ്പോൾ ഈ 1 ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കുന്നത് പുറത്ത് ചാടാനുണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും. ഇത് നമ്മൾ കോഡിങ്ങിൽ എങ്ങനെയാണ് മേലെയും താഴെ അടിയിലേക്കും മേലെയും താഴെയും റൈറ്റും ലെഫ്റ്റും പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പോയിന്റിൽ ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും പോവുക, ആ സെയിം ലോജിക് തന്നെയാണ്. അത് എന്താണെന്ന് അറിയുന്നവർ വേഗം കമൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ട് വിചാരിക്കും. നമ്മൾ ആൽഗോരിതമിക്കൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ഒരു സാധനമല്ല നോക്കുന്നത്, ഈ 1 നമ്മൾ നോക്കി, എന്നിട്ട് ഇതിൻ്റെ നൈബേഴ്സ് ആരൊക്കെ, മീൻസ് ഇതിൻ്റെ റൈറ്റ് സൈഡും ഡൗൺ സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിലിടും. ഇവനെ കണ്ട് നമ്മൾ വിസിറ്റഡിൽ ആഡ് ചെയ്ത്, പിന്നെ ഇവർ രണ്ടുപേരെയും നൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ? 0 ഇല്ല, പക്ഷെ ഇവിടെ 1 ഉണ്ട്, പിന്നെ 0. അപ്പം ഈ 1ൻ്റെ ലെവലുള്ളതുകൊണ്ട് ഇവരെ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ വിസിറ്റഡിൽ ആഡ് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ 1നെ ആഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ നൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ നൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ നോക്കും. ഇതിൻ്റെ നൈബേഴ്സിൽ ആരുമില്ല, പിന്നെ നമ്മൾ അടുത്തേലേക്ക് പോകും. അപ്പം പിന്നെ നമ്മൾ സാധാ ട്രാവേഴ്സിൽ ഇത് നോക്കും, ഇതിലില്ല, ഈ 1-ലെത്തും. ഈ 1-ലെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ നൈബേഴ്സ് ആരൊക്കെയാണ്? ഈ 1ൻ്റെ നൈബേഴ്സ് ഈ കാണുന്നവരാ അല്ലേ, 0, ഈ 0യും ഈ 0യും അല്ലേ. സോറി, ഈ 0 ഇല്ല, ഇതിൻ്റെ അടിയിലുള്ള ഇവരാണ് ഇതിൻ്റെ നൈബേഴ്സ്. ഓക്കെ, ഈ നൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പം ഇവിടെ ഇവനെ വിസിറ്റഡിലൂടെ നെക്സ്റ്റിലേക്ക് പോകും. പിന്നെ ഇവിടെ 1 ഇല്ല, പിന്നെ ഇവനെ 1 ആണ്. ഇവൻ്റെ നൈബേഴ്സ് ആരാ? ഈ കാണുന്ന 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അപ്രോച്ച് എന്താണ് സംഭവം? ഇത് നമ്മളെ BFS ആൽഗോരിതമാണ്. നിങ്ങൾ നമ്മളെ DS-ൻ്റെ തിയറി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായത് BFS ആണ്. അതായത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, അതായത് ഇതിൻ്റെ ബ്രെഡ്ത്തിലുള്ള എല്ലാവരെയും നമ്മൾ നോക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ 1നെ കണ്ട് പിന്നെ അടിയിലേക്ക് പോയി ആരെങ്കിലും ഉണ്ടോ നോക്കും. പിന്നെ ഇങ്ങനെ അടിക്കടിക്ക് പോയിട്ട് ഏറ്റവും അറ്റത്ത് പോയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറെ ആൽഗോരിതം, അതായതാണ് DFS. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് BFS ആണ്. ഇപ്പം അതാണ് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനും കൺസെപ്റ്റിൽ പറഞ്ഞു തരാൻ ഏറ്റവും എളുപ്പം ഇവിടെ BFS. കാരണം നമ്മൾ അയൽവക്കത്ത് ഉള്ള 1 ഉണ്ടെങ്കിൽ മാത്രം മതിയല്ലോ നമ്മളത് ഐലൻഡ് ആവും. അല്ലാതെ നമ്മൾ അങ്ങറ്റത്ത് വരെ ആരുണ്ട് നോക്കേണ്ട ആവശ്യമില്ല. മീൻസ് കൺസെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതാണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ സുഖം. അതുകൊണ്ട് നമ്മൾ BFS ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്ത ഈ കൺസെപ്റ്റ് തന്നെ BFS ആണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ഐലൻഡ്സ് അല്ലെങ്കിൽ എത്ര ഐലൻഡ്സ് എന്ന് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ അതായത് അപ്പ്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ, ഇവിടെയൊക്കെ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ നൈബേഴ്സ് ആണ് ഈ അപ്പ്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ്. നൈബേഴ്സ് പറയുമ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് ഫസ്റ്റ്. ഒരു ട്രീ ഉണ്ടെങ്കിൽ, ഒന്നുകൂടി ഞാൻ ഇവിടെ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇതാണ് ഒരു ട്രീ അല്ലേ. ഇങ്ങനെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിച്ചോ. ട്രീക്ക് കുറേ പല നമ്പർ ഓഫ് ചൈൽഡ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു ട്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ റൂട്ട് നോഡ്. ഇതാണ് അതിൻ്റെ അടുത്ത നൈബേഴ്സ് അല്ലേ. ഇതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ബ്രെഡ്ത്ത് അല്ലേ. പിന്നെ അതിൻ്റെ അടുത്ത നൈബേഴ്സ് ആരാ? ഇതാണ് അതിൻ്റെ അടുത്ത ബ്രെഡ്ത്ത്. ഇതൊക്കെ ഞാൻ DS-ൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ സെയിം അപ്രോച്ചാണല്ലോ നമ്മളിവിടെ പോയത്. ഇതാണ് ട്രീൻ്റെ റൂട്ട് നോഡ് എന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ അടുത്ത ചൈൽഡ് അല്ലേ. ഇതാണ് അടുത്ത ചൈൽഡ്. അതിൻ്റെ അടുത്ത ചൈൽഡ് ഇവിടെ. മനസ്സിലായോ? ഇവർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്ന് വരുന്നത്.
അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ഈ ആൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഗ്രാഫ് ആൽഗോരിതമാണ്. ഓക്കെ, ഇത് നമുക്ക് ഇനി കോഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് എല്ലാവരും ഓർത്തുക. അതൊരു പേപ്പറിലും പെന്നിലും നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് വിചാരിക്കുക. ഞാൻ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ. ഈ കോഡ് ആരും കോപ്പി അടിക്കാൻ നിൽക്കരുത്. കാരണം ഈ കോഡുകൾ പറഞ്ഞ പോലെ നിങ്ങൾ കോപ്പി അടിച്ചിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുമ്പോൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ പെട്ടെന്ന് അറിയാൻ കഴിയും. കാരണം ഞാൻ ഈ കോഡിങ്ങിന് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എങ്ങനെ അത് അറിയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആരും ഇതൊന്നും കോപ്പി അടിക്കാൻ നിൽക്കരുത്. നേരത്തെ ചെയ്ത് നമ്മൾ വരച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിന്ന് കോഡ് ചെയ്യാന്ന് കൂടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നതൊക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഗ്രിഡ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ അഥവാ ഗ്രിഡ് എം ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തിരിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ ഈ ഗ്രിഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, റിട്ടേൺ 0, ഒന്നുമില്ല, ഒരു ഐലൻഡും ഇല്ല, കാരണം അവിടെ ഒന്നുമില്ല എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ എന്താ പറയുക, 2D മെട്രിക്സ് ആണ്. 2D മെട്രിക്സ് റോസും കോളംസും ആയിട്ടാണ് ഇതല്ല. അപ്പോൾ നമുക്ക് ഇവരെ റോസും കോളംസും കിട്ടണം. എത്ര റോ ഉണ്ട് എത്ര കോളംസ് ഉണ്ടെന്ന് അറിയണ്ടേ. അതിനെന്താ സിമ്പിളായിട്ട് നമുക്ക് ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ലെങ്ത് ഓഫ് ഫസ്റ്റ് ഗ്രിഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, പിന്നെ ഗ്രിഡിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ. ഓക്കെ, ഗ്രിഡിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് റോസ് കിട്ടും. അതുപോലെ ഗ്രിഡിൻ്റെ ഫസ്റ്റ് അരയില്ലേ, ഫസ്റ്റ് അരേൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് കോളംസും കിട്ടും. ഓക്കെ, ഈ ഗ്രിഡ് ഓഫ് 0 എന്തായാലും ട്രൂ ആയിക്കാരം. ട്രൂ അല്ലെങ്കിൽ നമ്മൾ മേലത്തെ ഈ കണ്ടീഷനിൽ തന്നെ അത് ഫോൾസ് ആയിട്ട് റിട്ടേൺ അടിച്ച് പോയി, അതുകൊണ്ട് അത് ഫെയിൽ ആവില്ല. പിന്നെ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മൾ 2 സം എന്നൊക്കെ എടുത്താൽ നമ്മളൊരു ആളെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഐലൻഡ് ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ലാൻഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണെങ്കിൽ നമ്മളൊരു വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യാം. ഹാഷ് സെറ്റാണ്. ഹാഷ് സെറ്റ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്, അത് നോക്കാനാകെ ഓഫ് 1 ടൈം എടുക്കുള്ളൂ, കോൺസ്റ്റൻറ്റ് ടൈം എടുക്കുള്ളൂ, അതുകൊണ്ട് അത് ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആയി. ഓക്കെ, നമ്മൾ വീണ്ടും 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 ഓരോന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്ര ഐലാൻഡ്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടർ വെച്ചു. നേരത്തെ നമ്പർ ഓഫ് ഐലാൻഡ്സ് കൗണ്ട് ചെയ്യേണ്ട ഒരു സാധനം എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ അരയിൽ ഈ 2D അര നമുക്ക് ഓരോന്നിലായിട്ട് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകണമല്ലോ, ഓരോ എലമെൻറ്റ് കയറിയിട്ട് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കാനുള്ള വേണ്ടിയത്. അപ്പം നമുക്ക് അതിനെന്താ വേണ്ടത്, ഒരു ലൂപ്പ് വേണം. ഒബ്വിയസ്ലി നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ ലൂപ്പ് വേണം. അപ്പം നമ്മൾ എപ്പോഴും ഒരു റോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫോർ ആർ ഇൻ ഗ്രിഡ് അല്ലേ. ഗ്രിഡ് വേണ്ട, ശരിക്കും നമ്മൾ റോസ് മേലെ എടുത്തല്ലോ. അപ്പോൾ റേഞ്ച് ഓഫ് റോസ് എന്ന് കൊടുത്താൽ മതി. എത്ര റോസ് നമുക്ക് ഓൾറെഡി അറിയാം, മേലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റോഡ് ഇപ്പോൾ നമ്മൾ ആ മൊത്തം 2Dൻ്റെ ഈ ഒരു ഇവിടെ എത്തി, ഈ ഒരു ഇതിലെത്തി. ഇനി ഇതിൽ ഓരോ എലമെൻറ്റിന് പോകണം. അപ്പോൾ അതിൻ്റെ ഓരോ എലമെൻറ്റ് എന്തിൽ നമ്മളിട്ട്, കോളത്തിലിട്ടെ, ഫോർ സി ഇൻ റേഞ്ച് ഓഫ് കോളംസ്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടുന്ന R,C പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടാവും അല്ലേ. ഈ R,C ആണ് എന്ത്, നമ്മൾ കറക്റ്റ് ആ ഗ്രിഡിൻ്റെ വാല്യൂ. ഇപ്പം ഇഫ് ഗ്രിഡ് നമുക്ക് ആ കണ്ടീഷൻ തന്നെയാണ്. ഇഫ് ഗ്രിഡ് നമുക്കിതൊക്കെ എപ്പോഴാണ് വാല്യൂബിൾ ആയിട്ടുള്ളത്, ആകെ ഇതൊക്കെ നോക്കേണ്ടത് 1 ആണെങ്കിൽ മാത്രം. അപ്പം ഗ്രിഡ് ഇവിടെ R,C. ഇപ്പം നമ്മൾ ആ എലമെൻറ്റിൻ്റെ അടുത്ത് ഈ എലമെൻറ്റ് 1 ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, 0 ആണ് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ 1 സ്ട്രിങ്ങിൽ ഇട്ടത്, അതൊന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ. ഇത് ഞാൻ സ്ട്രിങ്ങിൽ ഇട്ടതിൻ്റെ റീസൺ, ക്വസ്റ്റ്യനിൽ അത് സ്ട്രിങ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി അവിടെ കാണാൻ ഇതൊക്കെ സ്ട്രിങ്ങിലാണ്. ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടാകുന്നുണ്ടോ, ഗ്രിഡ് I,J ഈസ് സ്ട്രിങ്ങിലാണ് 0 അല്ലെങ്കിൽ 1 കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കോഡ് നേരെ പോയി കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻ്റർവ്യൂവർ ഇത് സ്ട്രിങ് ആയിട്ടാണോ തന്നത്, ഇൻറ്റിജർ ആയിട്ടാണോ തന്നത്, അതോ ബൂളിയൻ ആയിട്ടാണോ തന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടേ കോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇൻറ്റിജർ എന്തിലാണെങ്കിൽ ഇവിടെ 1 ഇട്ടാൽ മതി, ബൂളിയൻ ആണെങ്കിൽ ട്രൂ ഓഫ് ഫോൾസ് എന്തെങ്കിലേക്കാരം. അപ്പോൾ അത് ഇൻ്റർവ്യൂവർ ഇഷ്ടേക്കാരും. അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പം ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്ത് 1 ആണെങ്കിൽ നമുക്കിത് ചെയ്താൽ 1 മാത്രം ആയാൽ പോരാ. രണ്ടാമത്തെ എന്താ, നമ്മൾ നേരത്തെ എന്തിനാ നമ്മൾ വിസിറ്റഡ് യൂസ് ചെയ്ത്, നമ്മൾ ഓൾറെഡി കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ വെറുതെ പോയി നോക്കാൻ നിൽക്കേണ്ട വേണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ കണ്ട ആളെ എന്താ നമ്മൾ സേവ് ചെയ്യുക വെച്ചാൽ റോ കോളം ആയിട്ടാണ് സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, റോ കോളം ഇതിലുണ്ടോ നോക്കും, വിസിറ്റഡിൽ ഉണ്ടോ നോക്കും. വിസിറ്റഡിൽ ഉണ്ട് കാണും, അപ്പോൾ നോട്ട് ഇൻ വിസിറ്റഡ്, നമ്മളിതായിട്ട് വിസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം എന്തെങ്കിലും പ്രോസസ്സ് ചെയ്താൽ മതി. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്യാതെ, എന്നിട്ട് നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് എലമെൻറ്റിലെത്തി. ഓക്കെ, 1 നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, ഫസ്റ്റ് ഇതിലാണ് 1 ആണ്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിന് അയൽവാസികളെ നോക്കണമല്ലോ. അയൽവാസികൾ ആരൊക്കെയാണ്, ഈ റൈറ്റ് സൈഡിലുള്ളവന്, അടിയിലുള്ളവന്, മേലുണ്ടെങ്കിൽ മേലെ, സൈഡിലുണ്ടെങ്കിൽ സൈഡ് അല്ലേ. അങ്ങനെയുള്ളവരെ ഏത് ആൽഗോരിതം വെച്ചിട്ട് നമുക്ക് BFS വെച്ചിട്ടാണ് നമ്മൾ നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു BFS പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ കൺസെപ്റ്റിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് BFSനെ ഞാൻ വിളിച്ചു. അതാണ് ഈ ലൈനിൽ പറയുന്നത്, ലൈൻ നമ്പർ 13 പറയുന്നത്. ഇവിടെ നിന്നിട്ട് ഞാൻ BFSനെ വിളിച്ചു, ബാക്കി BFS നോക്കും. BFS നമുക്കൊരു വാല്യൂ തരും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, BFS വിളിച്ചിട്ട്
അപ്പം അവിടെ നിന്നിട്ട് നമ്മൾ BFSനെ നോക്കിയതിന് ശേഷം നമ്മൾ ഐലാൻഡ്സിനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു ഈക്വൽ ടു 1. കാരണം 1 ഉണ്ടല്ലോ എന്തായാലും ഇവിടെ ഈക്വൽ ടു 1. അപ്പോൾ ഇനി ചുറ്റും ആരില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവൻ എന്തായാലും ഒരു ഐലാൻഡേക്ക് വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐലാൻഡ്സ് ഈസ് ഈക്വൽ ടു +1, അത് ഐലാൻഡ് ഈക്വൽ ഐലാൻഡ് +1 എന്നാട്ടത് പൈത്തണിലെ ഷോർട്ട് ഫോം ആണിത്. അപ്പോൾ ഐലാൻഡിന് ഒന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് റിട്ടേൺ ഐലാൻഡ്സ്. ഇത്രേ ഉള്ളൂ സംഭവം അല്ലേ. സിമ്പിൾ കോഡിങ് അല്ലേ. മീൻസ് നമ്മൾ നേരത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാതും ആയില്ലേ. അതായത് നമ്മൾ ഓരോ എലമെൻറ്റ് നോക്കണം, അതിന് BFS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഐലാൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന, ലാസ്റ്റ് ഐലാൻഡ് ഒരു ലൂപ്പ് കഴിഞ്ഞാൽ ഐലാൻഡിനെ തിരിച്ച് പുറത്തിടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യാൻ പറ്റില്ല, ഈ BFS പറഞ്ഞ സാധനത്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ BFSനെ ഞാൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. ഇങ്ങനെ നമ്മൾ കോഡ് ചെയ്യേണ്ട, എല്ലാ കോഡൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പാഠം പഠിച്ച് വന്നാണ്ട് ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് സാധാ BFSൻ്റെ ആൽഗോരിതം, BFS എന്താ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, നമുക്ക് ഓരോ ബ്രെഡ്ത്തിലൂടെ പോകണം. അതിന് കണ്ടീഷൻസിൻ്റെ ഇൻപുട്ട് എന്താണ്, റോയും കോളമും മാത്രമാണ്. അങ്ങനെ റോയും കോളമും തന്നു, ഇതൊക്കെ തന്നു. പൊതുവേ BFS ഇംപ്ലിമെൻറ്റ് ചെയ്യൽ ക്യൂ യൂസ് ചെയ്തിട്ടാണ്. DFS ആണെങ്കിൽ സ്റ്റാക്ക്. പക്ഷേ സ്റ്റാക്ക് നമ്മൾ റിക്കർഷനിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബൈ ഡിഫോൾട്ട് അത് സ്റ്റാക്കിൽ ഇംപ്ലിമെൻറ്റഡ് ആയിക്കാരും. പക്ഷേ BFSൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒരു എന്താ പറയുക, ക്യൂ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂവിന് വേണ്ടി ക്യൂവിന് തന്നെ ഇടാം. ഇപ്പം അതാർക്കും ഡൗട്ട് വേണ്ട. പൈത്തണിൽ ക്യൂ കിടക്കുന്ന കളക്ഷൻസ് പറഞ്ഞ ലൈബ്രറിയിലാണ്. കളക്ഷൻസിൽ എനിക്ക് തോന്നുന്നു DQ ആണ് നമ്മൾ ക്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടി എന്ത്, ഇപ്പം നമ്മൾ ഈ കണ്ടീഷനിൽ ഇവിടെ ആരാണ് നമ്മൾ ഉള്ളിലേക്ക് BFSന് ഫസ്റ്റ് കൊണ്ടുവന്നത്, ഈ ഫസ്റ്റ് തോന്നുന്നല്ലേ. ഇവനെ ഇതുവരെയായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല, പുതിയൊരാളാണ്, ഒരു ഐലൻഡാണ്. അപ്പം പുതിയൊരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ വിസിറ്റഡിൽ കൊണ്ട് ആഡ് ചെയ്യണം അല്ലേ. അതിന് ആദ്യം ചെയ്തേക്കാം. visitor.add, ഇതൊരു R,C ട്യൂപ്ലേറ്റ് അല്ലേ, നമ്മളിവിടെ കണ്ടോ, R,C ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ R,C ആയിട്ട് തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മൾ കണ്ടതിന് ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇവരെ നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, Q.append സെയിം R,C. അപ്പോൾ നമ്മൾ ഈ R,Cനെ ക്യൂവിലിട്ടു. ഇനി ക്യൂവിലിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, ഇതിനെ ക്യൂവിലിടുന്ന BFSൻ്റെ ആൽഗോരിതം എങ്ങനെ പോയിച്ചാൽ, നമ്മൾ കാണുന്ന ഒരാളെ ക്യൂവിലേക്ക് ഇട്ടു. ഓക്കെ, ക്യൂവിലിട്ടതിന് ശേഷം ക്യൂവിലുള്ളവൻ്റെ നൈബേഴ്സിനൊക്കെ ആരാന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യുക, അങ്ങോട്ട് നൈബേഴ്സിനെ തിരിച്ച് ക്യൂവിലേക്ക് ഇടുക, ഇവനെ പിടിച്ച് പുറത്താക്കുക. അത്രേ ഉള്ളൂ ലോജിക്ക്. ഓക്കെ, ക്യൂവിലിട്ടു. നമ്മൾ നേരായിട്ട് നോക്കുക, ക്യൂ empty ആണോ നോക്കുക. വൈൽ ക്യൂ പറഞ്ഞാൽ ക്യൂവിൽ ആരോ ഉണ്ട്, ക്യൂ empty അല്ല, ക്യൂവിലാണ്. അപ്പം ക്യൂവിലുള്ള സാധനത്തിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇട്ട ഈ ആഡ് ചെയ്ത ആളില്ല, അയാളെ നമ്മളിപ്പോൾ ഇവിടെ പുറത്തെടുക്കാൻ പോകുന്നത്. ക്യൂ നമ്മൾ പുറത്തെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ DSൻ്റെ തിയറിയിൽ നമ്മൾ പറഞ്ഞാൽ ക്യൂന്ന് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ പുറത്തേക്ക്, ഇട്ട സൈഡിൽ നിന്നല്ല എടുക്കുക. അപ്പൻ്റെ ചെയ്യുന്നത് കണ്ടോ, അപ്പൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലാണ്. അപ്പം ഇതാണ് ക്യൂ എന്നുണ്ടെങ്കിൽ അപ്പൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കാണ് ആഡ് ആവുക. നമ്മൾ ഫസ്റ്റ് വന്ന ആളല്ല പുറത്താക്കേണ്ടത്, ഫസ്റ്റ് വന്ന ആൾ ഇവിടെ ഉള്ളവനാണ്. അപ്പോൾ ലെഫ്റ്റ് നമ്മൾ പുറത്താക്കേണ്ടത്. അങ്ങനെയാണ് ഇത്. ഇപ്പോൾ സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് അപ്പൻ്റെ ചെയ്യുക, ഇവിടെ നിന്ന് തന്നെയാണ് പോപ്പും ചെയ്യുക. ക്യൂ ആകുമ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു സൈഡും പുറത്താക്കുന്നത് വേറെ സൈഡിൽ നിന്നും. ഇതൊക്കെ നമ്മൾ DSൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, റോഗോമകൾ. അപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഈ R,C നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുത്ത്, ഈ R,C നമ്മൾ പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പ് ഡൗൺ റൈറ്റ് ലെഫ്റ്റ് ഈ എല്ലാ സൈഡും ഉണ്ട്. അപ്പം ഡയറക്ഷൻസ്, ഞാനപ്പോൾ ഇതിനൊരു സിമ്പിൾ പരിപാടി, ഡയറക്ഷൻസ് പറഞ്ഞിട്ടൊരു അറേ തന്നെ ഉണ്ടാക്കാം. അപ്പം സുഖമാണ്. ഡയറക്ഷൻസ് എന്തൊക്കെയായിരുന്നു, അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്. എങ്ങനെയാണ് ഗ്രാഫിൽ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് എടുക്കുക, ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ, +1 +2 9th 10th +1 +2 എവിടെ പഠിച്ചിട്ടുണ്ട്, മാത്സിൽ തന്നെ പഠിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഓക്കെ, അതെന്താണ് അതിൻ്റെ ലോജിക് എന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം 1,0 then -1,0 അത് കഴിഞ്ഞാൽ അടുത്തത് 0,1 ഇത് അപ്പാണ്, 0,-1 ഡൗൺ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മൾ 4 ഡയറക്ഷൻ നമ്മൾ ഇവിടെ, ഈ 4 ഡയറക്ഷൻ അവിടെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ 4 ഡയറക്ഷനിൽ നമ്മൾ നോക്കണം അല്ലേ. അപ്പം 4 ഡയറക്ഷൻ ഫോർ ഡയറക്ഷൻ ഓഫ് റോ, പുതിയ ഡയറക്ഷൻ റോൻ്റെയും പുതിയ ഡയറക്ഷൻ കോളത്തിൻ്റെ എടുക്കുന്ന ഇൻ ഡയറക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന മേലത്തെ ഡയറക്ഷനിലൂടെ വീണ്ടും ഇറ്ററേറ്റ് ചെയ്യാം കേട്ടോ. അതാകെ ആ 4 ആൾക്കാരുള്ളൂ. എപ്പോഴും എല്ലാത്തിനും നമ്മൾ അതിൻ്റെ നൈബേഴ്സിനെ നോക്കണം, അത്രയാണ്. ഓക്കെ, പുതിയ റോയും കോളം അപ്പോൾ ആരാണ്, അതൊന്നും ഓർത്താൽ മതി. പുതിയ റോ കോളം നമുക്ക് ഇതുവരെ ഉള്ള ആളയിലേക്ക് ഇവനെ ആഡ് ചെയ്യാം. റോ പ്ലസ് DRഉം കോളം പ്ലസ് DCയും. ഓക്കെ, ഇതാണ് നമ്മളെ പുതിയ കോളം, അതായത് നമ്മളെ നൈബേഴ്സ്. ഈ R,C ഇപ്പോൾ നമ്മളെ നൈബേഴ്സ്. ഓക്കെ,
നെയ്ബേഴ്സ് ആയാൽ മാത്രം പോരാ, എന്തൊക്കെ വേണം, ഇത് നമ്മളെ റേഞ്ചിലുണ്ടാക്കണം. അതായത് ഈ നമുക്ക് തന്ന ഈ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറം പോയിട്ടുണ്ടോ, അതായത് ഈ മെട്രിക്സിനിൽ 2DRൻ്റെ പുറത്ത് പോയിട്ടുണ്ടോ നോക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, അതായത് ബൗണ്ടിൻ്റെ ഉള്ളിലാണോ നോക്കണം, ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ എന്താ നോക്കേണ്ടത്, ഇവൻ 1 ആണോ നോക്കണം. 1 അല്ലെങ്കിൽ പിന്നെ വെറുതെ നൈബറിനെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ എന്താ നമുക്ക് നോക്കാനുള്ളത്, ഇവൻ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തണോ നോക്കണം, അല്ലേ. ഈ 3 കണ്ടീഷൻസ് നോക്കണം. അപ്പം നമുക്ക് ആ 3 കണ്ടീഷൻസ് ഏതാ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടാ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ബൗണ്ടിലാണ് നോക്കാം. അപ്പം പുതിയ 6 എവിടെയാണ്, ഈ റേഞ്ച് ഉണ്ട്, ഇവിടെ റേഞ്ച് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ സാധനം റോസ്, ഇതിൻ്റെ ഉള്ളിലാണ് നോക്കാം. സോ ആർ ഇൻ റേഞ്ച് ഓഫ് റോസ്, ഇൻ റേഞ്ച് ഓഫ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതാ, എന്ത് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ റോസ് എന്ന് വേണമെങ്കിൽ ഏതാ. ഓക്കെ, ഈ സെയിം സാധനം ഇങ്ങനെ ഏതാ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഏതാ, എന്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ റോസ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ ഈ സാധനം, പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ എഴുതുന്നത് ജസ്റ്റ് ആർ ഇൻ റേഞ്ച് ഓഫ് റോസ് എന്നാണ് എഴുതുന്നത്. ആൻഡ് കോളത്തിനും ഇതേ സാധനം ആപ്ലിക്കബിൾ. ഓക്കെ, കോളം ഇൻ റേഞ്ച് ഓഫ് കോളംസ്. ഓക്കെ, ഈ സാധനം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തെന്താ, 1 ആണോ നോക്കണ്ടേ. 1 ആണോ നോക്കാൻ എന്തായിരുന്നു, ഗ്രിഡ് ഓഫ് ആർക്കോമസി, സോറി ഗ്രിഡ് RC, ഇത് പുതിയ RC കേട്ടോ, പുതിയ നൈബറാണ്. ഈ നൈബർ നമ്മളെ 1 ആണോ നോക്കണം. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞാൽ വിസിറ്റഡ് ആണോ എന്നും കൂടി നോക്കണം, അല്ലേ. വിസിറ്റഡ് ആണോ നോക്കാൻ എന്തായിരുന്നു പറഞ്ഞ്, ആർക്കോമസി നോട്ട് ഇൻ വിസിറ്റഡ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ എഴുതി. ഓക്കെ, ഈ കണ്ടീഷൻസ് ഞാൻ ഇനി ഒരു ലൈനിലേക്ക് ഇടാം, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് വായിക്കാൻ. ഈ 3 കണ്ടീഷൻസ് നമ്മൾ ആഡ് ചെയ്ത്. ഓക്കെ, ഒന്ന് 6 ഈ റേഞ്ചിലുണ്ടോ എന്ന് നോക്കുന്നത്, പിന്നെ C ഈ റേഞ്ചിലുണ്ടോ നോക്കുന്നത്, ഗ്രിഡ് ഈ റേഞ്ചിലുണ്ടോ എന്ന് നോക്കുന്നത്, പിന്നെ C ഇതിൻ്റെ ഒരു പാർട്ടാണോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് നമ്മളെ കണ്ടീഷൻസ്. ഓക്കെ, ഈ കണ്ടീഷൻസ് കഴിഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവനെ നമ്മൾ എടുക്കണം. അതായത് ഇപ്പം കണ്ട് ഈ നൈബർ ആൾ ശരിയാണ്, ഇവനെ ഒരു ഐലൻഡാണ്. ഈ ഇവൻ്റെ നൈബേഴ്സ് നമ്മൾ ഇതിൻ്റെ ഐലാൻഡിൻ്റെ ബാക്കിയാണ്. ഇവൻ്റെ നൈബേഴ്സിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും, ഇവിടെ എങ്ങനെ നമ്മൾ ഇതിൻ്റെ നൈബേഴ്സിനെ ആഡ് ചെയ്ത് Q.append, ഈ സെയിം സാധനം തന്നെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള എന്താ, Q.append ഇതിൻ്റെ നൈബേഴ്സിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവനെ വിസിറ്റ് ചെയ്തു എന്നല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ വിസിറ്റഡ്, ഇപ്പോഴുള്ള ഈ നൈബർ നമ്മൾ പ്രോസസ്സ് ചെയ്തു, അവനെ വിസിറ്റഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷൻ ട്രൂ ആണ്, ഇതിൻ്റെ നൈബേഴ്സിനെ നോക്കും തിരിച്ചു. അപ്പം ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഈ ലൂപ്പിൽ വീണ്ടും കണ്ട ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യും, വിസിറ്റഡിലുണ്ട് മീൻസ് വിസിറ്റഡിൽ ഓൾറെഡി ഉണ്ട്, ഈ ക്യൂവിൻ്റെ ഇതിൽ വന്നിട്ട് ഓൾറെഡി വിസിറ്റഡിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് തിരിച്ചു പോകും. അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങോട്ട് എത്തൂല, കാരണം ഈ വിസിറ്റഡിൽ തന്നെ അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വിസിറ്റഡ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ കണ്ട ഒരാളെ വീണ്ടും അത് പോകില്ല. അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താ, നമ്മൾ ഒരാളെ എപ്പോഴും ഒരു തവണ മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n റോസും m കോളംസും ആണെന്നുണ്ടെങ്കിൽ n × m ഓഫ് n × m ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്താ ആൻസർ, ഒരു ടെസ്റ്റ് കേസ് റോങ് ആണ്, എന്താണ് ഇഷ്യൂ. BFS ക്യൂവിൽ ആഡ് ചെയ്തു, നമ്മൾ പ്രോസസ്സ് ചെയ്തു, വിസിറ്ററിൽ ആഡ് ചെയ്തു, നൈബേഴ്സിനെ നോക്കി, ലെഫ്റ്റ് നോക്കി, ഗ്രിഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ്, തെറ്റാണ്. ഓക്കെ, ഇതാണ് ഇഷ്യൂ ലൈൻ നമ്പർ 33. ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇത് പ്ലസ് ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. പ്ലസ് ഈക്വൽ ടു എന്ന് ആഡ് ചെയ്ത് നമ്മൾ റൺ ചെയ്തൊക്കെ ഒന്നുകൂടി. ഈക്വൽ ടു +1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐലൻഡ്സ് 1 ആയിട്ടാണ് ഇതിലിടുന്നത്. ഓക്കെ, ഇപ്പം ടെസ്റ്റ് കേസൊക്കെ റൺ ചെയ്തു, നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആൻസർ കറക്റ്റാണ്, സബ്മിഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ആൻസറും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ മാറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എഴുതിയ പോലെ എഴുതിയാൽ കുറച്ചുകൂടി സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ 0യും കോളംസും മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആൻസറിന് വ്യത്യാസം ഉണ്ടോ, ടൈം കോംപ്ലക്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോ ഇൻറ്റു കോളംസ് ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പം നമ്മൾ ചെയ്ത സൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലീഡ് കോഡിൽ പോയി സോൾവ് ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ ഈ BFS മാറ്റിയിട്ട് നിങ്ങൾ DFSലും കൂടി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോഡിങ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.